Alhamdulillah. Nahmadullah wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi. Wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. Ashhadu an la ilaha illallah wahdahu la sharika lahu. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الناس اتقوا الله عباد الله أعوذ بالله السميع العليم من الشيطان الرجيم ولا تهنوا ولا تحزنوا وأنتم الأعلون إن كنتم مؤمنين إن يمسسكم قرح فقد مس القوم قرح مثله وتلك الأيام نداولها بين الناس وليعلم الله الذين آمنوا ويتخذ منكم شهداء والله لا يحب الظالمين وليمحص الله الذين آمنوا ويمحق الكافرين أم حسبتم أن تدخلوا الجنة ولما يعلم الله الذين جاهدوا منكم ويعلم الصابرين صدق الله العظيم لا حول ولا قوة إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പടച്ചവനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമേ വസിയ്യത്ത് ചെയ്യുന്നു, ഉത്ബോധിപ്പിക്കുന്നു. മഹാകാരുണ്യവാനായ നാഥൻ നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഓരോ ചരിത്ര സന്ദർഭത്തെയും അഭിമുഖീകരിക്കുമ്പോൾ സ്വന്തം കാലിൽ എഴുന്നേറ്റ് നിൽക്കാനും മുമ്പോട്ട് നടക്കാനും വിശ്വാസി സമാജത്തിന് കഴിയണമെങ്കിൽ അവർക്ക് ചില തിരിച്ചറിവുകൾ ഉണ്ടായിരിക്കണം. ഈ തിരിച്ചറിവുകൾ ഇല്ലാതെ പോയാൽ കൊച്ചു കൊച്ചു തിരിച്ചടികൾ ഏൽക്കുമ്പോഴേക്ക് തളർന്നും പകച്ചും അപകർഷബോധത്തിനടിപ്പെട്ടും സ്വന്തം ദൗത്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന ഒരു സമാജമായി അവർ അധപ്പതിക്കും. നോക്കൂ, ചരിത്രത്തിൽ എന്നും ഇസ്ലാമിന്റെ അല്ലെങ്കിൽ ഇസ്ലാമിക സമൂഹത്തിന്റെ പ്രയാണം ഒരു പ്രവാഹത്തെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു, ഒരൊഴുക്ക്. ഇസ്ലാം അല്ലെങ്കിൽ ഇസ്ലാമിക സമൂഹം ചരിത്രത്തിൽ കാണിച്ചിട്ടുള്ള അതിന്റെ മൗലികമായ സ്വഭാവം, പ്രവണത ഒരു ഒഴുക്കിന്റെ പ്രവണതയാണ്. അത് കെട്ടിക്കിടക്കുന്ന ഒരു കുളം പോലെയല്ല, അതൊഴുകുന്ന ഒരു പുഴ പോലെയാണ്.
ഒരു നദി പോലെയാണ്. ആ പ്രയാണത്തിന്റെ ഒഴുക്കിന്റെ മുമ്പിൽ പലപ്പോഴും കല്ലുകൾ വന്ന് അടിയാറുണ്ട്. ചിലപ്പോഴൊക്കെ വലിയ പാറക്കെട്ടുകൾ അതിനെ തടഞ്ഞുകൊണ്ട് നിൽക്കാറുണ്ട്. ഇനിയും ചിലപ്പോൾ വലിയ കുന്നുകളും മലകളുമായി പ്രതിസന്ധികൾ രൂപാന്തരപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അത്തരം സന്ദർഭങ്ങളിലൊന്നും ഇസ്ലാമാകുന്ന അല്ലെങ്കിൽ ഇസ്ലാമിക സമൂഹമാകുന്ന ഈ പ്രവാഹം അതിന്റെ പ്രയാണം അവിടെ അവസാനിപ്പിച്ചിട്ടില്ല. മുമ്പിൽ വന്നു നിൽക്കുന്ന ഒരു തടസ്സത്തിന്റെ അപ്പുറത്തും ഇപ്പുറത്തും കൂടി അതിനെ മറികടന്നും അതിനെ മുറിച്ചു കടന്നും ഇസ്ലാം എന്നും മുമ്പോട്ട് പോയിട്ടുള്ള ചരിത്രമാണ്. ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തന്നെ അവർക്ക് മറികടക്കാനാകാത്ത ഒരു പ്രതിസന്ധി ഉണ്ടാവുകയില്ല അള്ളാഹുവിന്റെ ദീനിൽ. ഇത് ഖുർആൻ നമുക്ക് നൽകുന്ന ഉൾക്കാഴ്ചയാണ്. സൂറത്തുൽ ഹജ്ജ്, വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്, അള്ളാഹു ഈ പാതയിൽ നിങ്ങൾക്ക് ഒരു ഹറജും ഉണ്ടാക്കി വെച്ചിട്ടില്ല. പ്രതിസന്ധികളുണ്ടാവും, പക്ഷെ ആ പ്രതിസന്ധികളെ മറികടക്കാനുള്ള വഴിയും ഇസ്ലാമിക സമൂഹത്തിന്റെ മുമ്പിലുണ്ട്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ച ചില തിരിച്ചറിവുകൾ അതെന്നും നമ്മൾ പുതുക്കിക്കൊണ്ടിരിക്കേണ്ടതുണ്ട്. വിശേഷിച്ചും നമ്മൾ പ്രത്യേകമായ ചില ചരിത്ര സന്ദർഭങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ. ഇസ്ലാമിക സമൂഹം എന്ന് പറഞ്ഞാൽ ആദർശവും ആവിഷ്കാരവുമുള്ള ഒരു സമാജമാണ്. ഇത് മറ്റുള്ള എല്ലാ ജനതകളിൽ നിന്നും അവരെ വേറിട്ട് നിർത്തുന്ന ഒന്നാമത്തെ സവിശേഷതയാണ്. ആവിഷ്കാരവും ആദർശവും അതിന്റെ ആവിഷ്കാരവുമുള്ള ഒരു സമാജം, അതിബലിഷ്ഠമായ ഒരു ആദർശം, അതിമനോഹരമായ അതിന്റെ ആവിഷ്കാരം. ശുദ്ധ ഖുർആനിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈമാനും അഅ്മാലും, ഈ രണ്ട് ഗുണങ്ങളുള്ള ഒരു സമുദായമാണ് ഇസ്ലാമിക സമൂഹം എന്ന് പറയുന്നത്. പടച്ചതമ്പുരാനിൽ അടിയുറച്ചു വിശ്വസിക്കുന്ന ഒരു സമാജം, അല്ലാഹുവിന്റെ ആധിപത്യത്തിന് മാത്രമേ ഞങ്ങൾ വഴിപ്പെടുകയുള്ളൂ എന്ന് തീരുമാനിച്ചുറച്ച ഒരു സമാജം. ആ അല്ലാഹുവിന്റെ വഴിയിലുള്ള ജീവിതം നാളെ വിചാരണക്ക് വിധേയമാകുമെന്നും വളരെ കൃത്യമായ ചോദ്യങ്ങളുണ്ടാകുമെന്നും രക്ഷാശിക്ഷകളും സ്വർഗനരകങ്ങളും സംഭവിക്കുമെന്നും അടിയുറച്ച് ബോധ്യമുള്ള ഒരു സമാജം, അതിബലിഷ്ഠമായ തൗഹീദി ആദർശം. ആ ആദർശത്തിന്റെ ആവിഷ്കാരമായി ജീവിതത്തെ കാണുന്ന ഒരു സമുദായം, ഇതാണ് നമ്മുടെ ഒന്നാമത്തെ സവിശേഷത എന്ന് പറയുന്നത്. രണ്ടാമതായി ഈ സമുദായത്തെ നയിക്കുന്നത് പ്രവാചകന്മാരാണ്. കാലഘട്ടങ്ങളിൽ ഒന്നാമത്തെ പ്രവാചകൻ അല്ലെങ്കിൽ ഒരു സംഘടിത സമാജത്തിലേക്ക് വന്ന ഒന്നാമത്തെ പ്രവാചകനായ നൂഹ് അലൈഹിസ്സലാം മുതൽ ഒരുപാട് പ്രവാചകന്മാർ ഈ സമുദായത്തെ നയിച്ചു. ഈ ഒഴുക്കിന്റെ മുമ്പിൽ അവരായിരുന്നു. ഈ ഒഴുക്ക് അതിനേക്കാൾ മുമ്പേ ആരംഭിച്ചിട്ടുണ്ട്. അബൂന അബുൽ ബഷർ ആദം അലൈഹിസ്സലാം മുതൽ പ്രവാചകന്മാർ നിഷ്ക്രമിച്ചിട്ടുണ്ട് ഇപ്പോൾ സമൂഹത്തിൽ നിന്ന്. പക്ഷെ അവസാന കാലം വരേക്കും ഈ സമുദായത്തിന്റെ നായകൻ മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. അന്ത്യപ്രവാചകന്റെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നും ഈ പ്രവാഹത്തെ മുമ്പോട്ട് കൊണ്ടുപോയിട്ടുള്ള അല്ലെങ്കിൽ ഈ സമുദായത്തെ നയിച്ചിട്ടുള്ളത് അള്ളാഹുവിന്റെ ദൂതന്മാരായ പ്രവാചകന്മാരായിരുന്നു. ആ പ്രവാചകന്മാർ മുമ്പിൽ നടന്ന കാലഘട്ടങ്ങളിൽ തീർച്ചയായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള പ്രതിസന്ധികളുണ്ടായിട്ടുണ്ട്, തിരിച്ചടികളുണ്ടായിട്ടുണ്ട്, വലിയ പരീക്ഷണ ഘട്ടങ്ങളുണ്ടായിട്ടുണ്ട്. അതിനെയൊക്കെ തരണം ചെയ്യാനും മറികടക്കാനും പ്രവാചകന്മാർക്കും അവരുടെ അനുചരന്മാർക്കും സാധിച്ചു എന്നത് സത്യസന്ധമായ ചരിത്രമാണ്. ഞാൻ വിശദീകരിക്കേണ്ടതില്ലല്ലോ. മഹാപ്രളയം സംഭവിച്ചു. ചരിത്രം ഇന്നോളം കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ പ്രളയം സംഭവിച്ചു മഹാനായ നൂഹ് അലൈഹിസ്സലാമിന്റെ കാലത്ത്. ആ പ്രളയത്തെ മുറിച്ചു കടന്നു ഈ സമുദായം. അത്ഭുതകരമായ ചരിത്രമാണ്. വേദഗ്രന്ഥങ്ങൾ നമ്മുടെ മുമ്പിൽ അത് അനാവരണം ചെയ്തിട്ടുണ്ട്.
അടുപ്പിൽ നിന്ന് പോലും ഉറപൊട്ടിയൊഴുകിയ മഹാപ്രളയത്തിന്റെ സന്ദർഭത്തിൽ ജീവജാലങ്ങളടക്കം മരിച്ചു വീഴുന്ന സന്ദർഭത്തിൽ ആ മഹാപ്രളയമാകുന്ന പ്രതിസന്ധിയെ ഇസ്ലാമിക സമൂഹം അഭിമുഖീകരിക്കുകയും അതിനെ മറികടക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അഗ്നിപരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അക്ഷരാർത്ഥത്തിൽ തന്നെ ഇബ്രാഹിം ഖലീൽ അലൈഹിസ്സലാത്തു വസ്സലാം നേരിട്ടുവല്ലോ. അഗ്നിജ്വാലകളിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോൾ ഇബ്രാഹിം നബിക്ക് മാത്രമല്ല സത്യവിശ്വാസികളുടെ സമാജത്തിന് അതല്ലാത്ത സന്ദർഭങ്ങളിലും കാലഘട്ടങ്ങളിലും നേരിടേണ്ടി വന്നിട്ടുണ്ട് അഗ്നിപരീക്ഷണങ്ങൾ. യൂസുഫ് ദൂനവാസ് എന്ന് പറയുന്ന രാജാവിന്റെ കാലഘട്ടത്തിൽ സത്യവിശ്വാസികളായ സമാജത്തെ റോഡിന്റെ ഇരുവശവും വലിയ കുഴികളുണ്ടാക്കി ആ കുഴികളിൽ തീക്കിടങ്ങുകളാക്കി അതിനെ മാറ്റി അതിലേക്ക് കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലും വലിച്ചെറിഞ്ഞ വളരെ ദാരുണമായ പരീക്ഷണ രംഗങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് സത്യവിശ്വാസികൾക്ക്. ധീരമായിട്ട് നേരിടൂ എന്ന് സ്ത്രീയുടെ കയ്യിലിരിക്കുന്ന കൈക്കുഞ്ഞു പോലും ഈ പരീക്ഷണത്തെ നേരിടൂ എന്ന് വിളിച്ചു പറഞ്ഞ പരീക്ഷണഘട്ടങ്ങൾ ചരിത്രത്തിലുണ്ടായിട്ടുണ്ട്. ഇബ്രാഹിം ഖലീലിനെ വലിച്ചെറിയുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്നാണ്. അല്ലാഹു മതി, കാര്യങ്ങളെല്ലാം ഏൽപ്പിക്കാൻ പടച്ചവൻ മതി എന്ന ഉറച്ച ബോധ്യത്തോടുകൂടി ആ അഗ്നിപരീക്ഷകളെ അതിജയിച്ച് സത്യവിശ്വാസികളുടെ ചരിത്രം നമുക്കറിയാം. കടല് വിളർന്നു പോകുന്ന കാലങ്ങളുണ്ടായിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, മൂസ അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം വിശദീകരിക്കുന്നില്ല. സത്യവിശ്വാസികളെയും സത്യവിശ്വാസികളുടെ സമുദായത്തിന് നേതൃത്വം നൽകുന്ന ദൈവദൂതന്മാരെയും ക്രൂരമായി പീഡിപ്പിക്കുകയും മർദ്ദിക്കുകയും അവസാനം കുരിശിലേറ്റി കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പടച്ചതമ്പുരാൻ ഇടപെട്ടു എന്ന് നമുക്കറിയാം. ഈസബിന് മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ഇസ്ലാമിന്റെ പ്രതിയോഗികളെല്ലാവരും കൂടി സഖ്യകക്ഷികളായി ഐക്യമുന്നണിയായി രൂപപ്പെട്ട് മദീനയെ മുഴുവൻ വിഴുങ്ങാൻ വന്ന സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട്. മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നേതൃത്വത്തിൽ ആ പരീക്ഷണങ്ങളെ സത്യവിശ്വാസികളുടെ സമാജം മുറിച്ചു കടന്നു എന്ന് നമുക്കറിയാം. ഞാൻ സൂചിപ്പിക്കുന്നത് ഇത് പ്രവാചകന്മാർ നേതൃത്വം നൽകുന്ന സമാജമാണ്. ഈ ബോധ്യം ഈ സൊസൈറ്റിയിലെ ഓരോ മെമ്പർക്കും ഉണ്ടാകണം. മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നായകത്വ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രവാചകന്മാരാണ് എന്നും ഈ സമുദായത്തിന് നേതൃത്വം നൽകിയിട്ടുള്ളത്. മൂന്നാമത്തെ കാര്യം, ഈ സമാജം ഒരു ദൗത്യമുള്ള സമാജമാണ്, ഒരു മിഷനുള്ള സമാജമാണ്, വളരെ കൃത്യമായ ലക്ഷ്യം പഠിപ്പിക്കപ്പെട്ട ഒരു സമൂഹമാണ്. വിശുദ്ധ ഖുർആനിന്റെ താളുകൾ മറിച്ചു നോക്കിയാൽ ഏതൊരാൾക്കും കണ്ടുപിടിക്കാൻ കഴിയും എന്താണ് ആ ദൗത്യമെന്ന്. ഖുർആൻ പല പേരുകളിൽ അത് വിശദീകരിച്ചു. ഷഹാദത്തുൽ ഹഖ് എന്ന് പറഞ്ഞു, സത്യത്തിന്റെ സാക്ഷാത്കാരം. ഭൂമുഖത്ത് പടച്ചതമ്പുരാന്റെ പ്രതിനിധിയായി സത്യത്തെ സാക്ഷാത്കരിക്കുന്ന ധർമ്മമാണ് ഈ സമാജത്തിനിവിടെ നിർവഹിക്കാനുള്ളത്. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, ലോകത്തിന് വേണ്ടി എഴുന്നേൽപ്പിക്കപ്പെട്ട സമുദായം, അവരെ വിമോചിപ്പിക്കാൻ വേണ്ടി, അവരെ നന്മയിലേക്ക് നയിക്കാൻ വേണ്ടി. വയളഉ അൻഹും മിസ്റഹും വല്ലഗലാൽ അല്ലത്തി കാനത് അലൈഹിം, ജനങ്ങളെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ചെറിയാൻ, അവരുടെ ശിരസ്സുകളിലിരിക്കുന്ന ഭാരങ്ങൾ ഇറക്കിവെക്കാൻ, അവരെ എല്ലാവിധ അസ്വാതന്ത്ര്യങ്ങളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും അവരെ മോചിപ്പിക്കാൻ വേണ്ടി വന്ന സമൂഹം. വൽതകും മിൻകും ഉമ്മത്തുൻ യദഊന ഇലൽ ഖൈർ, ലോകത്തുള്ള ഇതര മനുഷ്യരെ മുഴുവൻ നന്മയിലേക്ക് നയിക്കാൻ വേണ്ടി അള്ളാഹു നിയോഗിച്ച സമൂഹം. പ്രിയമുള്ളവരെ, വിശദീകരിക്കേണ്ടതില്ലല്ലോ, വിശുദ്ധ ഖുർആൻ ഒരുപാട് ഭാഗങ്ങളിൽ അത് പറഞ്ഞിട്ടുണ്ട്. മഹാനായ റബീഉ ഇബ്നു ആമിർ റുസ്തമിന്റെ കൊട്ടാരത്തിൽ നിന്നുകൊണ്ടത് വളരെ മനോഹരമായിട്ട് വിശദീകരിച്ചുവല്ലോ. മനുഷ്യരുടെ അടിമത്തത്തിൽ നിന്ന് സമൂഹങ്ങളെ മോചിപ്പിക്കാൻ വേണ്ടി, എല്ലാവിധ സാമൂഹിക ക്രമങ്ങളുടെയും സങ്കുചിതത്വങ്ങളിൽ നിന്നും, അനീതി വാഴുന്ന ദർശനങ്ങളിൽ നിന്നും, ക്രമങ്ങളിൽ നിന്നും, വ്യവസ്ഥകളിൽ നിന്നും ദൈവികമായ നീതി പുലരുന്ന ഒരു സാമൂഹിക ക്രമത്തിലേക്ക് ലോകത്തെ കൂട്ടിക്കൊണ്ടുപോകുവാൻ, ദുനിയാവിന്റെ എല്ലാ സങ്കുചിതത്വങ്ങളിൽ നിന്നും കുടിസുകളിൽ നിന്നും മനുഷ്യ സമൂഹത്തെ ആഖിറത്തിന്റെ വിശാലതയിലേക്ക്,
അവരെ നയിക്കുവാൻ. ഇങ്ങനെ ജനങ്ങളും വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന എല്ലാ ചങ്ങലക്കെട്ടുകളെയും അവരുടെ ശിരസ് വഹിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഭാരങ്ങളെയും ഇറക്കി വെക്കുവാനും പൊട്ടിച്ചെറിയുവാനും മനുഷ്യർക്ക് പുതിയ പ്രഭാതം സമ്മാനിക്കുവാനും വേണ്ടി വന്നതാണ് ഇസ്ലാം എന്ന് വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, അത് നമ്മുടെ പണ്ടുള്ളവരുടെ ജീവിതത്തിൽ ഒറ്റനോട്ടത്തിൽ തന്നെ വായിച്ചെടുക്കാൻ കഴിയുന്ന സംഗതിയായിരുന്നു. അവരുടെ ദൗത്യം എന്ന് പറഞ്ഞാൽ ഹിർക്കൽ, റോമയുടെ അധിപതിയായിരുന്ന ഹിർക്കൽ, സേനാനായകനായിരുന്ന ഹിർക്കൽ മുസ്ലിങ്ങളുടെ അവസ്ഥകൾ പഠിച്ചു വരാൻ വേണ്ടി ഒരു ചാരനെ നിയോഗിക്കുന്നു. ആ ചാരനോട് അദ്ദേഹം ചോദിച്ചു, അവരെക്കുറിച്ച് പഠിച്ചിട്ട് എന്താണ് നിനക്ക് പറയാനുള്ളത് എന്ന്. ആ ചാരൻ ഹിർക്കലിനോട് പറഞ്ഞു, അവർ രാത്രികളിൽ യോഗിമാരാണ്, അവർ പകലുകളിൽ യോദ്ധാക്കളാണ്. രാത്രി മുഴുവൻ നമസ്കരിക്കുന്ന ഒരു സംഘം, പകലന്തിയോളം നോമ്പെടുക്കുന്ന ഒരു സംഘം, തങ്ങൾക്ക് അനുവദനീയമല്ലാത്ത യാതൊന്നും ആമാശയത്തിലേക്ക് കടത്തിവിടാത്ത ഒരു സംഘം. പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണം, തങ്ങൾക്ക് അനുവദനീയമല്ലാത്തതൊന്നും കഴിക്കാത്ത ഒരു സംഘം, ആരിൽ നിന്നെങ്കിലും എന്തെങ്കിലും അനുഭവിക്കണമെങ്കിൽ വില കൊടുത്തു വാങ്ങുന്ന ഒരു സമൂഹം, സലാം പറഞ്ഞുകൊണ്ടല്ലാതെ സദസ്സിലേക്ക് പ്രവേശിക്കാത്ത ഒരു സമൂഹം, ഏറ്റുമുട്ടുന്നവരെ പരാജയപ്പെടുന്നതുവരെ പിന്തുടരുന്ന ഒരു സമാജം. ഇത് ഹിർക്കലിന്റെ ചാരൻ റോമൻ സൈന്യത്തിന് വേണ്ടി മുസ്ലിങ്ങളെ പഠിച്ചിട്ട് കൊടുത്ത റിപ്പോർട്ടാണ്. ഇതുപോലെ എത്രയോ സംഭവങ്ങൾ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. റോമക്കാര് പരാജിതരായ സന്ദർഭത്തിൽ ഹിർക്കൽ ചോദിക്കുന്നുണ്ട്, അല്ല, അവരോട് ഏറ്റുമുട്ടുമ്പോൾ എപ്പോഴും നിങ്ങൾക്ക് പരാജയമാണല്ലോ, അല്ല, നിങ്ങൾ പൊരുതുന്നത് മനുഷ്യരോടല്ലേ? എണ്ണത്തിൽ കുറഞ്ഞ ആളുകൾ മാത്രമുള്ള ഈ സംഘത്തിന്റെ മുമ്പിൽ എന്തുകൊണ്ട് നിങ്ങൾ തോറ്റമ്പിപ്പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ സൈനികരിൽ പ്രമുഖനായ ഒരാൾ പറഞ്ഞു, നേരത്തെ പറഞ്ഞ മറുപടി തന്നെ. അവർ രാത്രികളിൽ നമസ്കരിക്കുന്നവരാണ്, പകൽ നോമ്പെടുക്കുന്നവരാണ്, കരാർ പാലിക്കുന്നവരാണ്, നന്മ കൽപ്പിക്കുകയും തിന്മ വിലക്കുകയും ചെയ്യുന്നവരാണ്, പരസ്പരം വല്ലാത്ത ഐക്യവും ഒരുമയുമുള്ള ഒരു സമൂഹമാണ്. നമ്മളോ, നമ്മൾ കള്ളുകുടിക്കുന്നവർ, നമ്മൾ വ്യഭിചരിക്കുന്നവർ, നമ്മൾ അധർമ്മങ്ങളിലൂടെ സഞ്ചരിക്കുന്നവർ, കരാർ ചെയ്താൽ പാലിക്കാത്തവർ, നമ്മൾ അക്രമികൾ, നമ്മൾ വേഗം ദേഷ്യപ്പെടുന്നവർ, നമ്മൾ കുഴപ്പമുണ്ടാക്കുന്ന ആളുകൾ, ദൈവത്തിന് ഇഷ്ടപ്പെട്ട എല്ലാം വിരോധിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹമല്ലേ നമ്മൾ എന്ന് പറയുമ്പോൾ ഹിർക്കൽ പറഞ്ഞു, ശരിയാണ്, നീ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ, അവരെക്കുറിച്ച് പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ, ഞാൻ കാലുറപ്പിച്ച് നിൽക്കുന്ന ഈ ഭൂമിയെല്ലാം, ഈ രാജ്യമെല്ലാം അവരിന്നല്ലെങ്കിൽ നാളെ കീഴടക്കും എന്ന് ഹിർക്കൽ പറഞ്ഞ സംഭവം ഞാൻ വിശദീകരിക്കുന്നില്ല. പറഞ്ഞു വന്നത്, ഇസ്ലാമിക സമൂഹം എന്ന് പറഞ്ഞാൽ ദൗത്യമുള്ള സമാജമാണ്. ആ ദൗത്യത്തിന്റെ പാതയിൽ ഒരു പ്രവാഹം പോലെ മുമ്പോട്ട് പോകുന്ന ഒരു സമാജമാണ്. പ്രതിസന്ധികൾ, പാറക്കെട്ടുകൾ ജലപ്രവാഹത്തിന് മുമ്പിൽ വന്നു നിൽക്കുമ്പോൾ, തടസ്സം നിൽക്കുമ്പോൾ അതിനെ മറികടക്കാനും മുറിച്ചു കടക്കാനും മുമ്പോട്ടൊഴുകാനും ത്രാണിയുള്ള ഒരു സമാജമാണ്. ചരിത്രത്തിൽ ഇസ്ലാമിക സമൂഹം അങ്ങനെയായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. നാലാമതായി, തോൽവിയില്ലാത്ത ഒരു സമുദായമാണ് ഇസ്ലാമിക സമൂഹം എന്ന് പറഞ്ഞാൽ. പ്രിയമുള്ളവരെ, നമ്മൾ വളരെ ഗൗരവത്തിൽ അറിയണം, ഈ സമൂഹത്തിന് നഷ്ടപ്പെടാൻ യാതൊന്നുമില്ല, ഈ സമൂഹത്തിന് തോൽക്കാൻ യാതൊന്നുമില്ല. തോറ്റു എന്ന് ചിലർ പറയുന്നു, ജയിച്ചു എന്ന് ചിലർ പറയുന്നു. അതിനൊക്കെ എത്രയോ അതിനേക്കാളൊക്കെ മുകളിലാണ്. വളരെ വളരെ ചുരുങ്ങിയ മാനദണ്ഡങ്ങൾക്കെല്ലാം എത്രയോ മുകളിലാണ് യഥാർത്ഥത്തിൽ ഈ ആദർശ സമാജം എന്ന് പറഞ്ഞാൽ. റിബഈ ഇബ്നു ആമിറിനോട് റിബഈ ഇബ്നു ആമിർ റുസ്തമിന്റെ കൊട്ടാരത്തിൽ വർത്തമാനം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ പറയുന്ന ഒരു വാചകമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ അള്ളാഹുവിന് വിധേയപ്പെടാത്ത സമൂഹത്തോട്, ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കാത്ത സമൂഹത്തോട് ഞങ്ങൾ എത്ര ശക്തരാണെങ്കിലും, അവരെത്ര ശക്തരാണെങ്കിലും ഞങ്ങൾ പൊരുതിക്കൊണ്ടിരിക്കും ദൈവിക വാഗ്ദത്തം എത്തുന്നതുവരെ. അപ്പറഞ്ഞത് ഹിർക്കലിന് മനസ്സിലായില്ല. ദൈവിക വാഗ്ദത്തം എത്തുന്നതുവരെ എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിനർത്ഥം ചോദിക്കുന്നു, റുസ്തം ചോദിക്കുന്നു. അപ്പോൾ മഹാനായ റിബഈ ഇബ്നു ആമിർ പറഞ്ഞു, മരിച്ചാൽ ഞങ്ങൾക്ക് സ്വർഗം, ശേഷിച്ചാൽ ഞങ്ങൾക്ക് വിജയം. അതാണ് ദൈവികമായ വാഗ്ദത്തം. ഈ പാതയിൽ മരിച്ചാൽ ഞങ്ങൾക്ക് സ്വർഗമാണ്, അഥവാ ഞങ്ങൾ ഈ ഭൂമുഖത്ത് ശേഷിച്ചാലോ ഞങ്ങൾക്ക് വിജയമാണ്. അതുകൊണ്ടൊന്നും നഷ്ടപ്പെടാനില്ലാത്ത ഒരു സമൂഹമാണ്
ഇസ്ലാമിക സമൂഹം എന്ന് പറഞ്ഞാൽ ഈ 4 സവിശേഷതകളുള്ള ആദർശബലമുള്ള പ്രവാചകന്മാരുടെ നേതൃത്വമുള്ള ഉദാത്തമായ ദൗത്യമുള്ള ഉറപ്പായ അന്തിമ വിജയമുള്ള ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് അവർ നിരാശപ്പെടുന്നത്? എന്തിനാണ് അവർ സങ്കടം പറയുന്നത്? എന്തിനാണ് അവർ പരിഭവങ്ങൾ പറയുന്നത്? രക്ഷിക്കാൻ വേണ്ടി മറ്റുള്ളവരെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തിനാണ് അവർ മറ്റുള്ളവരുടെ മുമ്പിൽ പിന്നാക്ക സമുദായമായിട്ട് നിൽക്കുന്നത്? വിശുദ്ധ ഖുർആൻ പറയുന്നു, വലാ തഹിനു, നിങ്ങൾ കുണ്ഠിതപ്പെടരുത്, നിങ്ങൾ ബേജാറാവരുത്, നിങ്ങൾ അസ്വസ്ഥരാവരുത്, നിങ്ങൾ ദുർബലരാവരുത്. വലാ തഹ്സനു, നിങ്ങൾ വിഷമിക്കരുത്. വഅൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾക്ക് ഈമാൻ ഉണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ അതിബലിഷ്ഠമായ ഈ തൗഹീദി ആദർശമുണ്ടെങ്കിൽ, വഅൻതുമുൽ അഅലൗൻ, നിങ്ങളാണ് ലോകത്തെ ഏറ്റവും ഉന്നതന്മാർ, നിങ്ങളാണ് ആധിപത്യമുള്ളവർ, നിങ്ങളാണ് കുലീനത്വമുള്ളവർ, നിങ്ങളാണ് ലോക നേതൃത്വം. അതുകൊണ്ട് വലാ തഹിനു വലാ തഹ്സനു, നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത്, ദൗർബല്യം കാണിക്കരുത്. നിങ്ങൾക്കൊരു ക്ഷതം പറ്റിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു തിരിച്ചടിയേറ്റിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ എതിരാളികൾക്കും ക്ഷതം സംഭവിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ് ഇതുപോലെ. ജയാപജയങ്ങൾ എന്ന് പറയുന്നത്, ദുനിയാവിലെ തോൽവിയും ജയവും എന്ന് പറയുന്നത് നുദാവിലുഹ ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ നാം ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കും. അല്ല പറയുന്നു നുദാവിലുഹ, നാം അതിനെങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കിക്കൊണ്ടിരിക്കും, അത് മാറ്റിമറിച്ചുകൊണ്ടിരിക്കും. എന്തിനാണെന്നറിയുമോ? വലിയ അലമല്ലാഹുല്ലദീന ആമനു, സത്യവിശ്വാസികളാരെന്നറിയാൻ, വയത്തഖിദ മിൻകും ശുഹദാ, സന്മാർഗ സാക്ഷികളെ സ്വീകരിക്കാൻ. വല്ലാഹു ലാ യുഹിബ്ബുൽ ളാലിമീൻ, അധർമ്മികളെ അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല. വലിയുമഹ്യിസുല്ലാഹുല്ലദീന ആമനു, അല്ലാഹു ഇതിലൂടെ സത്യവിശ്വാസികളെ വേർതിരിക്കുകയാണ്. വയംഹഖൽ കാഫിരീൻ, നിഷേധികളുടെ അടിവേറക്കാനാണ് അല്ലാഹു ഉദ്ദേശിക്കുന്നത്. ഒടുവിൽ പറയും അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് അനായാസം പ്രവേശിക്കാമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? വലമ്മ യഅലമില്ലാഹുല്ലദീന ജാഹദൂ മിൻകും, ഈ സത്യത്തിന്റെ പാതയിൽ സമരം ചെയ്യുന്നവരാര്? വയഅലമസ്സാബിരീൻ, ആ സമരത്തിന്റെ പാതയിൽ സ്ഥൈര്യത്തോടുകൂടി ഉറച്ചു നിൽക്കുന്നവരാര് എന്നല്ലാഹു ഇനിയും പരീക്ഷിച്ചു കഴിഞ്ഞിട്ടില്ലെന്നിരിക്കെ, അല്ലാഹു കണ്ടിട്ടില്ലെന്നിരിക്കെ, അനായാസം സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിച്ചു കളയാം എന്ന് നിങ്ങൾ വ്യാമോഹിക്കുകയാണോ എന്നല്ലാഹു ചോദിക്കും. ആല ഇംറാൻ സൂറത്തിലെ 139 മുതൽ 142 വരെയുള്ള ഈ വചനങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 2-3 കാര്യങ്ങൾ പ്രത്യേകം നമ്മൾ ഊന്നി മനസ്സിലാക്കണം. ഒന്ന്, ഈ യംസസ്കും കർഹുൻ ഫഖദ മസ്സൽ ഖൗമു കർഹും മിസ്ലുഹു, നിങ്ങൾക്കൊരു തിരിച്ചടി ഉണ്ടായാൽ, ഒരു ക്ഷതമുണ്ടായാൽ, തീർച്ചയായും നിങ്ങളുടെ പ്രതിയോഗികൾക്കും അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. ഉഹദിന്റെ പശ്ചാത്തലത്തിലാണ് ഈ വചനങ്ങൾ അവതരിപ്പിക്കുന്നത്. ഉഹദിൽ മുസ്ലിങ്ങൾക്ക് തിരിച്ചടിയേറ്റു, ചില അബദ്ധങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചു. അതിനെയൊക്കെ നിരൂപണം ചെയ്തുകൊണ്ടും അതിനെയൊക്കെ വെളിച്ചം വീശിക്കൊണ്ടും അല്ലാഹു പറയുന്നു, നിങ്ങൾക്കങ്ങനെ ക്ഷതം പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രതിയോഗികൾക്കും ക്ഷതം പറ്റിയിട്ടുണ്ട്. അതിലൊന്നും നിങ്ങൾ വീണുപോകാൻ പാടില്ല, അതിലൊന്നും നിങ്ങൾ തളരാൻ പാടില്ല, അതിലൊന്നും നിങ്ങൾ നിരാശാഭരിതരാകരുത്. നമ്മളറിയണം, വലിയൊരു മനഃശാസ്ത്ര യുദ്ധത്തിന്റെ ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഉഹദിലുണ്ടായിരുന്നു അത്തരമൊരു മനഃശാസ്ത്ര യുദ്ധം. എന്താ സംഭവിച്ചത്? യുദ്ധം കൊടുമ്പിരിക്കൊടുന്ന ഒരു സന്ദർഭത്തിൽ, മുസ്ലിങ്ങൾ ആവേശത്തോടുകൂടി ശത്രുക്കളെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ പെട്ടെന്നൊരു വാർത്ത പരക്കുകയാണ്. യുദ്ധരംഗത്ത് മുഴുവൻ ഭീതി പടർത്തുന്ന ഒരു വാർത്ത. അത് ശത്രുക്കൾ വളരെ ആസൂത്രിതമായി ചെയ്തതായിരുന്നു. നിങ്ങളുടെ എല്ലാമായ മുഹമ്മദ് ഉണ്ടല്ലോ, മുഹമ്മദ് വധിക്കപ്പെട്ടു, മുഹമ്മദ് യുദ്ധത്തിൽ വധിക്കപ്പെട്ടു. ഈ വാർത്ത കേട്ടപാടെ മനോവീര്യം തകർന്നു പോവുകയാണ്. പ്രവാചകൻ മരിച്ചാൽ പിന്നെ നമ്മൾ എന്തിന് എന്ന രീതിയിൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പോലും പ്രവാചകന്റെ ഈ വധവാർത്ത കേട്ട് തരിച്ചിരുന്നു പോയി എന്നാണ്. ആയുധങ്ങളൊക്കെ താഴെ വെച്ച് സ്തബ്ധനായിരുന്നു പോയി. ആ യുദ്ധരംഗത്തേക്കാണ് മഹാനായ അനസ് ഇബ്നു മാലിക് കടന്നു വരുന്നത്. ഒരു കൊടുങ്കാറ്റ് പോലെ അദ്ദേഹം കടന്നു വന്നു. ചോദിക്കുന്നു, അല്ല കൂട്ടരെ, നിങ്ങൾക്ക് എന്തു പറ്റി? ഉഹദിന്റെ പ്രാന്തത്തിൽ സ്തബ്ധരായിരിക്കുന്ന സഹാബത്തിനോട് ചോദിക്കുന്നു, ഉമറിനോടടക്കം ചോദിക്കുന്നു, അല്ല നിങ്ങൾക്ക് എന്തു പറ്റി? റസൂലുള്ളാഹി വഫാത്തായി എന്നാണ് കേൾക്കുന്നത്. അവർ കണ്ണീര് വാർത്തുകൊണ്ടിരിക്കുകയാണ്. ഉടനെ അനസിന്റെ ചോദ്യം, അല്ലാഹുവിന്റെ റസൂല് മരിച്ചുപോയെങ്കിൽ കൂട്ടരെ പിന്നെ നമ്മൾക്കെന്തിനാണ് ജീവിതം? പ്രവാചകൻ മരിച്ചത് എന്തിനു വേണ്ടിയാണോ അതിനുവേണ്ടി നമ്മളും പൊരുതുകയല്ലേ വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട്
മഹാനായ അനസ് റളിയല്ലാഹു അൻഹു, അനസ് ബിൻ നളർ, നമുക്കറിയാം 80 പരം പരിക്കുകളോടെ അദ്ദേഹം രക്തസാക്ഷിയാവുകയാണ്. വിശുദ്ധ ഖുർആൻ ഒരിടത്തും പറയാത്ത ശൈലിയിൽ മിനൽ മുഅ്മിനീന റിജാൽ സദഖൂ മാ ആഹദുല്ലാഹ അലൈഹി ഫമിൻഹും മൻ ഖലാ നഹബഹു ഫമിൻഹും മൻ യന്തളിർ വമാ ബദ്ദലൂ തബ്ദീല. സത്യവിശ്വാസികളിൽ ചില ആണുങ്ങളുണ്ട്, ഖുർആന്റെ പ്രയോഗം, അവർ അല്ലാഹുവിനോടുള്ള ഉടമ്പടി പൂർത്തീകരിച്ച ആളുകളാണ്. അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് അവതരിപ്പിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, സത്യവിശ്വാസികളുടെ സമാജത്തിൽ 2 വിഭാഗമേ ഉണ്ടാകൂ. ഒന്ന് ഫമിൻഹും മൻ ഖലാ നഹബഹു, ഒന്ന് സ്വന്തം ദൗത്യം നിറവേറ്റിയ ആളുകൾ, ജീവിതം സഫലമാക്കി കടന്നുപോയ ആളുകൾ. 2 വമിൻഹും യന്തളിർ, അല്ലാഹുവിന്റെ വഴിയിൽ അവസരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾ. ഈ 2 വിഭാഗമേ സത്യവിശ്വാസികളുടെ സമാജത്തിൽ ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നത്, ഒരുപാട് വർത്തമാനങ്ങൾ, ഒരുപാട് വ്യാഖ്യാന കസർത്തുകൾ, ഒരുപാട് ബഹളമയമായ ചർച്ചകൾ, സംവാദങ്ങൾ, ഇതിലൊന്നും വീണുപോകേണ്ട, നിരാശാഭരിതരായി മാറി നിൽക്കേണ്ട, അപകർഷബോധം അനുഭവിക്കേണ്ട ഒരു വിഭാഗമല്ല സത്യവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ. അവരെ നിരാശപ്പെടുത്താൻ ഒരാൾക്കും സാധ്യമല്ല. കാരണം തോൽവിയില്ലാത്ത സമൂഹമാണവർ. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ചിന്തിച്ചുകൊണ്ട് ചരിത്ര സന്ദർഭങ്ങളിൽ മുമ്പോട്ട് പോകുവാൻ ഇസ്ലാമിക സമൂഹത്തിന് സാധിക്കണം എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. പള്ളി പോയില്ലേ എന്ന് ചോദിക്കുന്നു. പള്ളി പോയില്ലേ എന്ന ചോദ്യത്തിനർത്ഥം പള്ളി പോയാൽ നിങ്ങളുടെ കാറ്റ് പോയിന്ന, പള്ളി പോയാൽ പിന്നെ പോയിന്ന, ഏതോ ഒരു പള്ളി പോയി, അതിലെന്താ നഷ്ടം? പള്ളി പോയാൽ ഇസ്ലാമിക സമൂഹത്തിന്റെ കാറ്റ് പോകുന്നില്ലല്ലോ. എത്രയോ പള്ളികൾ തകർക്കപ്പെട്ടിട്ടുണ്ട്, എത്രയോ അന്യാധീനങ്ങൾ സമൂഹത്തിൽ നടന്നിട്ടുണ്ട്. ഞാൻ അതിനെ സംബന്ധിച്ചൊന്നുമല്ല പറയുന്നത്. ഇസ്ലാമിക സമാജത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിലയിരുത്തലുകളും വ്യാഖ്യാനങ്ങളും ഒന്നും അവരെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ദൗത്യത്തിന്റെ പാതയിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാൻ പര്യാപ്തമായ ഒരു സംഗതിയെയല്ല. വലാ തഹിനൂ വലാ തഹ്സനൂ, ആയത്തിൽ 2ാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വലാ തഹിനൂ എന്നാണ് അള്ളാഹു പറയുന്നത്. നിങ്ങൾ ദൗർബല്യം കാണിക്കരുത്. നേർക്കുനേരെ പരിഭാഷ പറഞ്ഞ ദൗർബല്യം കാണിക്കരുത്. അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഒരു കാലം വരാനിരിക്കുന്നു. എന്താണ് ആ കാലത്തിന്റെ സവിശേഷത? ഒരു ഭക്ഷണ തളികയിലിരിക്കുന്ന ഭക്ഷണത്തിലേക്ക് ആളുകൾ ആർത്തിയോടുകൂടി ചാടി വീഴുന്നത് പോലെ നിങ്ങൾ ശത്രുക്കളിൽ നിന്ന് ആക്രമണങ്ങൾ നേരിടുന്ന ഒരു കാലം വരാനിരിക്കും. സഹാബത്ത് ചോദിച്ചല്ലോ റസൂലിനോട്, നമ്മളന്ന് അവമിൻ കില്ലത്തിമ്പിനായ റസൂലല്ല, നമ്മളന്ന് ന്യൂനപക്ഷം, വളരെ കുറഞ്ഞ ആളുകളായിരിക്കും. ഒരിക്കലുമല്ല, വലാക്കിനക്കും കസീറൂൻ, നിങ്ങൾ ധാരാളം ഉണ്ടാകും, പക്ഷേ ചപ്പിചവറുകളായിരിക്കും, ഒഴുക്കിലെ ചണ്ടികളായിരിക്കും നിങ്ങൾ. വ്യക്തിത്വമില്ലാത്ത, ആർജവമില്ലാത്ത, അന്തസ്സില്ലാത്ത, ആദർശബോധമില്ലാത്ത ഒരു സമൂഹമായി നിങ്ങൾ മാറുന്ന ഒരു കാലം വരാനിരിക്കുന്നു. വഖദ് നസല ബിക്കുമുൽ വഹൻ, അള്ളാഹു നിങ്ങൾക്ക് വഹന്, ദൗർബല്യം ഇട്ടുതരും. ഇവിടെ അള്ളാഹു ഉപയോഗിച്ച വാക്ക് വലാ തഹിനൂന, നിങ്ങൾ വഹന് കാണിക്കരുത്, ദൗർബല്യം കാണിക്കരുത്. സഹാബത്ത് പ്രവാചകനോട് ചോദിച്ചു, വമൽ വഹ്നു യാ റസൂലല്ലാഹ്, പ്രവാചകരെ എന്താണ് ഈ വഹന് എന്ന് പറഞ്ഞാൽ? ഹുബ്ബു ദുനിയാ വ കറാഹിയത്തുൽ മൗത്ത്, ഈ ഭൗതിക ലോകത്തെ ആഡംബരങ്ങളോടും സുഖങ്ങളോടുമുള്ള അമിതമായ ആസക്തിയാണ്, മരിക്കാനുള്ള മടിയാണ്. ഇതാണ് നിങ്ങൾക്ക് സംഭവിക്കാനിരിക്കുന്ന വഹന്. നമ്മൾ ഓരോ സന്ദർഭത്തിലും, ഓരോ ചരിത്ര സന്ദർഭത്തിലും വിശ്വാസികളുടെ സമാജം ആത്മപരിശോധന നടത്തണം. ഈ വഹന് ഞങ്ങളെ ബാധിക്കുന്നുണ്ടോ എന്ന് വളരെ ഗൗരവത്തിൽ പരിശോധിക്കുവാൻ കഴിയണം. ഇത് 2ഉം ബാധിച്ചാൽ, മരണത്തെ നേരിടാനുള്ള പേടിയുണ്ടായാൽ, ദുനിയാവിനോട് അമിതമായ ആസക്തിയുണ്ടായാൽ, അതാണ് നിങ്ങളുടെ ആ കാലഘട്ടത്തിന്റെ പ്രത്യേകതയെന്ന് അള്ളാഹു ഇട്ടുതരുന്ന ദൗർബല്യം എന്ന പ്രവാചകൻ പറയുകയാണ്. ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ പൊരുതുന്നത് പറ്റുമെങ്കിൽ മരിക്കണം എന്ന ഉദ്ദേശത്തോടുകൂടി അള്ളാഹുവിന്റെ വഴിയിൽ, ഈ വഴിയിൽ, സത്യത്തിന്റെ വഴിയിൽ, അത് സായുധ പോരാട്ടമായാലും അല്ലാത്ത രീതിയിലുള്ള സമരങ്ങളായാലും, സത്യവിശ്വാസത്തിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി ശ്രമിക്കുന്ന ഒരു സത്യവിശ്വാസിയുടെ ലക്ഷ്യം ആ മാർഗത്തിലെ ഷഹാദത്താണ്, അള്ളാഹുവിന്റെ വഴിയിൽ ജീവിച്ചു മരിക്കുക എന്നതാണ്. പക്ഷേ ഒരു ഭൗതികാസക്തനായ മനുഷ്യൻ ഒരിക്കലും പൊരുതുന്നത് അതിനുവേണ്ടിയായി, അയാൾ ജീവനിൽ കൊതിയുള്ളവനായിരിക്കും. പഴയ പേർഷ്യൻ സൈന്യത്തെക്കുറിച്ച് ചരിത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്, യുദ്ധം കൊടുമ്പിക്കൊള്ളുന്ന സന്ദർഭങ്ങളിൽ സൈന്യമുഖത്ത് നിന്ന് അവർ ഓടിപ്പോകാതിരിക്കാൻ വേണ്ടി ഭടന്മാർ തമ്മിൽ ചങ്ങലകളിൽ ബന്ധിക്കാറുണ്ടായിരുന്നു. കയറുകെട്ടിയിട ഓടി രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി അവർ സ്വയം ചെയ്തിരുന്ന, സേനാനായകന്മാർ ചെയ്തിരുന്ന ഒരു സൈനികമായിട്ടുള്ള ഒരു സംഗതി, പരസ്പരം അവരെ ആ സന്ദർഭത്തിൽ ബന്ധിച്ചിരിക്കുക. കാരണം ഓടി രക്ഷപ്പെടാൻ സാധിക്കും, കാരണം ജീവനിൽ കൊതിയുള്ളവനാണ്, മരണത്തെ പേടിയുള്ളവനാണ്.
ആ ഭൗതികാസക്തി സത്യവിശ്വാസികളുടെ സമാജത്തെ പിടികൂടിയാൽ നിങ്ങൾക്ക് ഈ വഴിയിൽ നിലകൊള്ളാനാവുകയില്ല എന്ന് പ്രവാചകൻ പറയുകയാണ്. സത്യവിശ്വാസികളുടെ അവസ്ഥ തികച്ചും ഭിന്നമാണ്. യർമൂക്കിന്റെ ദിവസം ഒരു സഹാബി വരുന്നു മഹാനായ അബൂ ഉബൈദയുടെ മുമ്പിൽ. അബൂ ഉബൈദയായിരുന്നല്ലോ സേനാനായകൻ. അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം, ഞാൻ മരണത്തിന് വേണ്ടി എല്ലാ മുന്നൊരുക്കങ്ങളും ചെയ്തിരിക്കുന്നു, അള്ളാഹുവിന്റെ വഴിയിലെ ഷഹാദത്തിന് വേണ്ടി എല്ലാ മുന്നൊരുക്കങ്ങളും ചെയ്തിരിക്കുന്നു, റസൂലിനെ കണ്ടുമുട്ടും, എന്തെങ്കിലും പറയാനുണ്ടോ? നമ്മൾ ആലോചിച്ച് നോക്കൂ. ഒരു സഹാബി വന്നിട്ട് സേനാനായകനോട് പറയുകയാണ്, ഞാൻ ഷഹാദത്ത് വരിക്കാൻ എല്ലാ നിലക്കും ഒരുങ്ങി, നാളെ ഞാൻ അള്ളാഹുവിന്റെ റസൂലിനെ കാണാൻ പോവുകയാണ്, എന്തെങ്കിലും പറയാനുണ്ടോ? അബൂ ഉബൈദ പറഞ്ഞു, എന്റെ സലാം പറയണം റസൂലിനോട്. താങ്കൾ പറഞ്ഞതെല്ലാം ഞങ്ങൾ ആ വാഗ്ദത്തങ്ങളെല്ലാം എത്തിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹത്തെ അറിയിക്കണം. ഒരു മുസ്ലിം ഭടനും ഒരു ഭൗതികാസക്തനായ ഭൗതികമോഹിയായ ഇസ്ലാമിന്റെ പ്രതിയോഗിയുടെ മനസ്സും തമ്മിലുള്ള വ്യത്യാസമാണ്. വഹിന് പിടികൂടരുത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു ആദർശത്തിന്റെ അടിത്തറയിൽ ഇഖ്ലാസോടുകൂടി ആത്മാർത്ഥതയോടുകൂടി സ്വന്തം ദൗത്യ നിർവഹണത്തിന്റെ പാതയിൽ മുമ്പോട്ട് പോയപ്പോൾ അത്ഭുതങ്ങളുണ്ടായി എന്ന് ചരിത്രം സത്യസന്ധമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, എണ്ണക്കുറവൊന്നും ഒരു പ്രശ്നമേ ആയിരുന്നില്ല. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും മുമ്പിൽ വെച്ച് നമ്മൾ വളരെ ആഴത്തിൽ പഠിക്കേണ്ട ഒരു വിഷയമാണ്. സഅദ് ഇബ്നു അബീ വഖാസിന്റെ നേതൃത്വത്തിൽ സൈന്യം വരുന്നു. പേർഷ്യൻ സൈന്യത്തെ, വളരെ ഗംഭീരമായ ഒരു സൈന്യത്തെ നേരിടാൻ പോവുകയാണ്. അവരങ്ങോട്ട് ചെന്നിട്ട് നേരിടാനുള്ള ഒരുക്കത്തിൽ ടൈഗ്രീസ് എങ്ങനെ മുറിച്ചു കിടക്കുമെന്നായി ചിന്ത. ടൈഗ്രീസ് നദിയുടെ മുമ്പിൽ നിൽക്കുകയാണ് ഇസ്ലാമിക സമൂഹം. മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് പറഞ്ഞ ഒരു വാചകമുണ്ട്, നിങ്ങൾ ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്ന് പറയുക. സൈന്യത്തോട് പറയുകയാണ്. മഹാനായ ഇബ്രാഹിം ഖലീൽ ആ അഗ്നിനാളങ്ങളിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോൾ പറഞ്ഞ അതേ വാക്യം, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. നമ്മുടെ മുമ്പിൽ ഇതാ ഒരു നദി തടസ്സമായിട്ട് നിൽക്കുന്നു. ഈ ടൈഗ്രീസിന്റെ മുറിച്ചു കിടക്കണം, നമുക്ക് നമ്മുടെ കയ്യിൽ വേറെ സംവിധാനങ്ങളും മാർഗങ്ങളും ഇല്ല, നിങ്ങൾ ഹസ്ബുനല്ലാഹ് എന്ന് പറയൂ. അദ്ദേഹം ആദ്യമായി ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കാൻ പടച്ചവൻ മതി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സ്വന്തം കുതിരയുമായിട്ട് ഈ ഒഴുകുന്ന ടൈഗ്രീസിലേക്ക് ഇറങ്ങുകയാണ്. ചരിത്രം രേഖപ്പെടുത്തിയ ഏറ്റവും വലിയ അല്പ കെട്ടുകഥയല്ല, പുരാണങ്ങളല്ല, പകൽവെട്ടം പോലെ നമ്മുടെ മുമ്പിലുള്ള ചരിത്ര സാക്ഷ്യമാണ്. മഹാനായ സഅദ് ഇബ്നു അബീ വഖാസിന്റെ ആ സൈന്യത്തിൽ ഒരൊറ്റ ഒരാൾ പോലും, അവരുടെ കുതിരയുടെ ഒരു ജീനി പോലും നഷ്ടപ്പെടാതെ അവരക്കരെ പറ്റി എന്ന് ചരിത്രം രേഖപ്പെടുത്തുകയാണ്. ഒരാൾക്കും ഒരു വസ്തുവും നഷ്ടപ്പെടാതെ കരയിൽ സഞ്ചരിക്കുന്നത് പോലെ അവരാ നദിയിലൂടെ കുതിരപ്പുറത്ത് സംസാരിച്ചുകൊണ്ട് നീങ്ങുന്ന ഒരത്ഭുത സൈന്യത്തിന്റെ ചിത്രം ചരിത്രത്തിലുണ്ടെങ്കിൽ അത് സത്യവിശ്വാസികളുടെ സമാജമാണ് എന്ന് നമ്മൾ അറിയണം. സൽമാൻ അൽ ഫാരിസിയൊക്കെ സംസാരിച്ചു പോകുന്നുണ്ട് ആ സന്ദർഭത്തിൽ. അദ്ദേഹം പറഞ്ഞു, അല്ലാഹു നമുക്ക് കര കീഴടക്കി തന്ന പോലെ നമുക്കിതാ ജലവും കീഴടക്കി തന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇസ്ലാമിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേർന്ന ഒരു സമാജത്തിന്റെ ചരിത്രം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ അറിയണം. അവിടെ എണ്ണം ഒരു പ്രശ്നമായിരുന്നില്ല. 1-2 ലക്ഷം വരുന്ന ഒരു സമൂഹത്തെയാണ്, ഒരു സൈന്യത്തെയാണ്, സർവായുധ സജ്ജരായ ഒരു സൈന്യത്തെയാണ് കേവലം 30,000 അല്ലെങ്കിൽ 25,000 വരുന്ന ഒരു സൈന്യം നേരിട്ട് തോൽപ്പിക്കുന്നത് എന്ന് നമ്മൾ അറിയണം. ഇനി നമ്മൾ മറ്റൊരു ചിത്രം ആലോചിച്ച് നോക്കും. ഇസ്ലാമിക സമൂഹം ആ ഈമാനികമായ നിലവാരത്തിൽ നിന്ന് അധപ്പതിക്കുകയും അവർ ആദർശ സമാജമല്ലാതായി മാറുകയും നേരത്തെ പറഞ്ഞ ചണ്ടിമണ്ഡാരങ്ങളായി മാറുകയും ചെയ്ത ആധുനിക കാലഘട്ടത്തിലെ അനുഭവം നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഫലസ്തീനിൽ എത്രയോ നാളുകളായി, പണ്ട് നമ്മുടെ ഒരു എഴുത്തുകാരൻ പറഞ്ഞതുപോലെ, എല്ലാ അറബ് രാഷ്ട്രങ്ങളും കൂടി ഒന്ന് പാറ്റിത്തുപ്പിയാൽ ആ തുപ്പലിൽ ഒലിച്ചു പോകാൻ മാത്രമുള്ള ഒരു കൊച്ചു രാജ്യമല്ലേ ഇസ്രയേൽ. പക്ഷെ എന്ത് സംഭവിക്കുന്നു? ഒരു ഘട്ടത്തിൽ 7-8 ഇസ്ലാമിക രാജ്യങ്ങൾ, മുസ്ലിം രാജ്യങ്ങൾ, ഞാൻ തിരുത്തുന്നു, മുസ്ലിം രാജ്യങ്ങൾ, ഇസ്ലാമിക രാജ്യങ്ങളല്ല മുസ്ലിം രാജ്യങ്ങൾ ഐക്യമുന്നണിയായിരുന്നുകൊണ്ട് ഫലസ്തീന് വേണ്ടി പൊരുതിയില്ലേ? എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല. ടൈഗ്രീസ് നദി മുറിച്ചു കടന്ന സഅദ് ഇബ്നു അബീ വഖാസിന്റെ ഒരു സൈന്യവും ഈ ആധുനിക കാലഘട്ടത്തിലെ ഇസ്ലാമിക സമൂഹത്തിന്റെ സാക്ഷ്യവും നമ്മൾ താരതമ്യം ചെയ്ത് തിരിച്ചറിയണം എന്ന് മാത്രമാണ് സൂചിപ്പിക്കുന്നത്. ദൗത്യത്തിന്റെ പാതയിൽ മുമ്പോട്ട് പോകാൻ ഒരു ഒഴുക്കാണ് ഇസ്ലാമെന്നും ഇസ്ലാമിക സമൂഹമെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്, നിങ്ങൾക്ക് തരണം ചെയ്യാൻ കഴിയാത്ത ഒരു പ്രതിസന്ധിയും ഒരു വിഷമവും അള്ളാഹു ഈ ദീനിന്റെ പാതയിൽ ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ അതിബലിഷ്ഠമായി ഈ ആദർശം നിങ്ങൾ മുറുകെ പിടിക്കണം. ആ ആദർശത്തിന്റെ അതിമനോഹരമായ ആവിഷ്കാരമായി ജീവിതത്തെ മാറ്റാൻ കഴിയണം, ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ കഴിയണം. അവിടെ ഒരു പക്ഷേ ഒരു പള്ളി പോകുന്നതോ ഒരു പള്ളി കിട്ടുന്നതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇതൊന്നും ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം
അവരുടെ ദൗത്യത്തിന്റെ പാതയിൽ, അവരുടെ കർമ്മനിർവഹണത്തിന്റെ വഴിയിൽ അവർക്കൊന്നും ഒരു പ്രശ്നമായിക്കൂടാ. വലാ തഹിനൂ വലാ തഹ്സനൂ, നിങ്ങൾ ദുർബലന്മാരാകാൻ പാടില്ല, നിങ്ങൾ വിഷമിക്കാൻ പാടില്ല. വഅൻതുമുൽ അഅലൂൻ, നിങ്ങളാണ് ഏറ്റവും ഉന്നതർ. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ ഈമാനുള്ളവരാണെങ്കിൽ കാര്യങ്ങൾ തിരിച്ചറിയാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.